ഹായ് നമസ്കാരം. വ്ളോഗേട്ടനാണ്. ഇന്ന് ഉത്രാട ദിനാണ് കേട്ടോ. അതായത് ഒന്നാം ഓണം എന്നൊക്കെ പറയുന്ന ദിവസം. ഉത്രാടത്തിന് അത്യാവശ്യം നല്ല മഴയാണെന്ന്. നല്ല മഴയും മഴക്കാരും ഒക്കെയാണ്. പണ്ട് കാരണന്മാർ പറയും അത്തം കറുത്താൽ ഓണം വെളുക്കും, അത്തം വെളുത്താൽ ഓണം കറുക്കും എന്നൊക്കെ. നോക്കിയും കടൽ നോക്കിയേ കയറി വരണണ്ട. അപ്പോൾ ഇത്തവണ എന്തായാലും അത്തത്തിന് നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ല വീട്ടിലെ തല പൊളിയുന്ന വെയിലായിരുന്നു അത്തത്തിന്. അപ്പോൾ ഓണം എന്തായാലും കറക്കുന്ന മട്ടാണ് കാണുന്നത്. കാരണം ഉത്രാടമായിട്ടുള്ള ഇന്ന് നല്ല മഴയാണ്. ഇനിയിപ്പോൾ നാളെയും മിക്കവാറും മഴ തന്നെ ആവുമെന്ന് തോന്നുന്നു. രാത്രി മുഴുവൻ മഴയായിരുന്നു. അപ്പോൾ പകലും മഴക്കാർ നല്ല മൂടി നിൽക്കുകയാണ്. കാലാവസ്ഥ അതിഭയങ്കരമായിട്ട് ഒരു മഴക്കാലത്തിൻ്റെ തന്നെ കാലാവസ്ഥയിൽ നിൽക്കുക. കടലിന് ശമനമൊന്നും വന്നിട്ടില്ല കാര്യമായിട്ട്. കള്ളക്കടൽ ഇപ്പോൾ വീണ്ടും കള്ളക്കടലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കള്ളക്കടൽ വാണിംഗ് പറഞ്ഞിട്ടുണ്ട്. കടലിൽ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്നുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയേ ആ കള്ളക്കടലും കടലാക്രമണമൊക്കെ ആയിട്ട് ഓരോ ദിവസവും കയറി വരികയാണ് കേട്ടോ. നമ്മൾ കുറച്ചാൾ മുന്നേ ഒരു ചൂണ്ടയിടുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ചൂണ്ടയിട്ടിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അതും കഴിഞ്ഞിട്ട്, അതായത് ഏകദേശം ഒരാഴ്ച മുന്നാണെന്ന് തോന്നുന്നു. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രത്തോളം കയറി നോക്കിയേ. അന്ന് നമ്മൾ ചൂണ്ടയിട്ടത് അവിടെ നിന്നിട്ടാണ്. ആ റോഡാണ് ഈ കാണുന്നത്. ഈ റോഡുമ്പോൾ നിന്നിട്ടാണ് നമ്മൾ ചൂണ്ടയിട്ടത്. പക്ഷേ ഈ റോഡ് കുറച്ചുകൂടി അങ്ങോട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ആ പൊളിഞ്ഞ് പോയി കണ്ട. കടലിൽ കയറി വരുന്ന കണ്ട. നമ്മുടെ റോഡ് കംപ്ലീറ്റ്ലി പോയി. ഇനിയിപ്പോൾ അത് റീബിൽഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും നടക്കുന്ന കാര്യമല്ല. ഇനിയിപ്പോൾ റോഡ് ഉണ്ടാക്കണമെങ്കിൽ വേറെ കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കേണ്ടി വരും. കുറച്ച് നീക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഇനിയിപ്പോൾ റോഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കടൽ കയറാതിരിക്കാനുള്ള എന്തെങ്കിലും വഴികൾ ചെയ്തിട്ടുണ്ടാക്കിയാലേ അത് നിലനിൽക്കുള്ളൂ. കണ്ടില്ലേ എത്ര കയറി വന്നു നോക്കി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര അവിടെ നിന്നിരുന്നതാണ്. കഴിഞ്ഞ ഒരു വേനൽക്കാലത്തൊക്കെ എവിടെയാണ് നിന്നിരുന്ന കടൽ. അത് കഴിഞ്ഞ് ഇത്രത്തോളം കയറി വന്നുട്ടാ. അപ്പോൾ എന്തായാലും ഈ ഓണക്കാലം ഇങ്ങനെ മഴയാവുന്നത് സത്യം പറഞ്ഞാൽ കച്ചവടക്കാർക്കൊക്കെ ഒരുപാട് പ്രശ്നമാണ്. കാരണം ഓണത്തിൻ്റെ കച്ചവടം പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട്. സാധനങ്ങളൊക്കെ ഇറക്കി, പച്ചക്കറികളാണെങ്കിലും മറ്റ് വസ്തുക്കളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും, ഇപ്പോൾ തുണിക്കച്ചവടമാണെങ്കിലും എല്ലാം സാധനങ്ങളെല്ലാം ഇറക്കി പൈസ മുടക്കി, മുൻകൂട്ടി പൈസയൊക്കെ മുടക്കി കച്ചവടം പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഈ മഴ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭീഷണി തന്നെയാണ്. കാരണം മഴ ഇങ്ങനെ വിടാതെ മഴ പിടിക്കുമ്പോൾ പൊതുവെ കച്ചവടം കുറയും. എല്ലാവരും പുറത്ത് പോകുന്നത് കുറയും, കച്ചവടം കുറയും. ഇന്നിപ്പോൾ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയും പണ്ട് നമ്മൾ. ഇപ്പോൾ ആ പാച്ചിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഉത്രാടപ്പാച്ചിൽ, അതായത് ഓണത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അവസാന വട്ട ഒരു പാച്ചിലുണ്ട്. എല്ലാ നഗരങ്ങളും ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇന്ന് ഉത്രാടത്തിൻ്റെ അന്ന്. ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണെന്ന്. പക്ഷേ ഇന്ന് മൊത്തത്തിൽ മഴ മൂടി നിൽക്കുകയാണ്. എവിടെയൊക്കെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ അവിടെ ഇപ്പോൾ ഇതാണ് അവസ്ഥ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? മഴയുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവസ്ഥ? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. കാരണം ചിലപ്പോൾ ചില സ്ഥലത്ത് ചിലപ്പോൾ മഴ ഉണ്ടാവില്ല. ഇവിടെ എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ ഒരുവിധം നല്ല മഴ തന്നെയാണ്. എന്തായാലും കടൽ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ അകലെ ദൂരെന്ന് തിര പൊട്ടണ കാണുന്നില്ല കേട്ടോ. അന്ന് ആ കള്ളക്കടൽ പറഞ്ഞ ദിവസമൊക്കെ ദൂരെന്ന് നല്ലതുപോലെ തിര പൊട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ പൊട്ടുന്ന കാണുന്നില്ല. അവിടെ ഏടിയൊക്കെ മറയുന്നുണ്ട്, നല്ലവണ്ണം ഏടി മറയുന്നുണ്ട് കേട്ടോ. അത് അധികം അകലെയല്ല, കുറച്ചടുത്തായിട്ട് ഏടി മറയുന്നുണ്ട്. ഇതിൽ കാണാൻ പറ്റില്ല. ഇതിപ്പോൾ വൈഡ് ആംഗിൾ അല്ലേ, ക്യാമറ അത്ര വൈഡ് ക്യാമറയല്ലേ, സൂം ലെൻസൊന്നും അല്ലല്ലോ. അപ്പോൾ അവിടെ ഏടി ഒരുപാട് മറയുന്നുണ്ട്, ഏടി ചാടുന്ന കാണുന്നുണ്ട്. ഇത് നമ്മുടെ അന്നത്തെ ആ വീണതിന് ശേഷം അതിൻ്റെ മുകളിലൊക്കെ മറ്റേ പായലുകളൊക്കെ പിടിച്ച് ഒരു പച്ച നിറമായി. കാരണം വെള്ളത്തിലല്ലേ കിടക്കുന്നത്. ആൽഗകളൊക്കെ പിടിച്ച് ഇങ്ങനെ ഇനി ഇങ്ങോട്ടൊക്കെ കടലായി മാറുന്ന സമയത്ത് ഇതൊക്കെ ഇനി മീനുകളുടെ താവളമായിട്ട് മാറും. ഇപ്പോൾ മുമ്പ് പോയിട്ടുള്ള വീടുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ടല്ലോ, അതിലൊക്കെ മീനുകളുടെ താവളം, മീനുകളുടെയും മറ്റ് കടൽ ജീവികളുടെയൊക്കെ താവളമാണിപ്പോൾ. അതുപോലെ തന്നെ ഈ വീടും ഇനിയിപ്പോൾ ഇങ്ങോട്ട് കടൽ ഇത്രത്തോളം കുഴിച്ചു വന്നിട്ടുണ്ടല്ലോ. ഇനി വെള്ളം കയറി അതൊക്കെ മൂടിപ്പോവും. ആ വീടൊക്കെ കടലിൻ്റെ അടിയിലായി പോവും. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും ബോട്ടുകളും വള്ളങ്ങളൊക്കെ പോണത്.
ഇപ്പോൾ അവിടെ ബോട്ടുകളും വള്ളങ്ങളൊക്കെ വലയിടുന്നതും പിടിക്കുന്നതൊക്കെ അവിടെയുള്ള മുമ്പുണ്ടായിരുന്ന വീടുകളുടെ മുകളിലാണ്. നമുക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. വീടുകളുടെ മുകളിലാണ്, വീടുകളുടെ മുകളിൽ കൂടെയാണ് ആ ബോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാരോട് ഞങ്ങൾ ചിലപ്പോൾ പറയും, ഇവിടെ ഉള്ള വീട് നഷ്ടപ്പെട്ടവർ തന്നെ പറയും എൻ്റെ വീടിൻ്റെ മുകളിലാണ് ആ വല വെച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ മുകളിലാണ് ആ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ അവർ തമാശയ്ക്ക് പറയും. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊന്നും ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ്, ഇപ്പോൾ ഗൂഗിൾ എർത്തിൽ തന്നെ നോക്കിയാൽ മതിയല്ലോ, അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീടും കുറച്ചാൾ കഴിഞ്ഞാൽ അതുപോലെയാവും. അതായത് ഇതിൻ്റെ മുകളിലൊക്കെ കടൽ വരും, നല്ല ഉയരത്തിൽ കടൽ വരും, അതിൻ്റെ മുകളിൽ കൂടെ വള്ളങ്ങളും ബോട്ടുകളൊക്കെ പോവും, മീൻ പിടിക്കും. നമ്മൾ കരയിൽ നിന്ന് ഇനി അവിടെ നിന്നായിരിക്കും നമ്മൾ ചൂണ്ടയിടുക. കുറച്ച് അകലെ നിന്ന് നമ്മൾ ചൂണ്ടയിടും. നമ്മൾ ചൂണ്ടയിടുമ്പോൾ ഇങ്ങോട്ടൊക്കെ ആയിരിക്കും ചൂണ്ടയിടുന്നത്. നമ്മളുടെ ചൂണ്ടയും ഹുക്കും ഒക്കെ ഇതിലുടക്കി പൊട്ടിപ്പോവും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ സാധാരണ ഒരു സംഭവം പോലെ ആയി മാറിക്കഴിഞ്ഞു. വീടുകൾ നഷ്ടപ്പെടുക, വീടുകളുടെ ഈ കാഴ്ചകൾ, ഇതൊക്കെ ഒരു സാധാരണ സംഭവം പോലെ ഇവിടെ വരുന്നവർക്കെല്ലാം ഒരു യാതൊരു ഇതുമില്ലാത്തൊരു സാധാരണ സംഭവം പോലെയായി. പക്ഷേ ഈ വീടുകൾ നഷ്ടപ്പെടുന്നവരുടെ ഒരു കാര്യം, അതായത് കാഴ്ചക്കാർക്ക് ഇതൊരു സാധാരണ സംഭവമായിരിക്കാം, പക്ഷേ ഒരു വീട് നഷ്ടപ്പെടുമ്പോൾ അയാളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഞങ്ങളുടെ അവിടേക്കൊന്നും കടൽ വരാൻ ഇനി അധികം സമയമില്ല. കുറേ പേര് കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വീടും കടലും തമ്മിൽ ഇനി എത്ര ദൂരം ഉണ്ടാവുമെന്ന് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. എൻ്റെ വീടും കടലും തമ്മിൽ ഞാനിപ്പോൾ ഏതാണ്ട് നോക്കിയപ്പോൾ ഒരു 150 മീറ്റർ ഇനി ഉണ്ടാവും. ഏകദേശം 150 മീറ്റർ ദൂരമാണുള്ളത്. വീട് വയ്ക്കുന്ന സമയത്ത് ഒരു 500 മീറ്റർ ദൂരം വില്ലേജ് ഓഫീസർ സർട്ടിഫൈ ചെയ്ത് തന്നിട്ടുള്ള പേപ്പർ ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അതായത് ബാങ്ക് ലോൺ കിട്ടണമെങ്കിൽ കടലിൽ നിന്ന് 500 മീറ്റർ ദൂരം വേണം. അപ്പോൾ അത് വില്ലേജ് ഓഫീസർ, വില്ലേജിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അത് അളന്ന് 500 മീറ്റർ ഉണ്ട് എന്ന് എഴുതി തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ദൂരത്തിൽ വെച്ച വീട് ഇപ്പോൾ 150 മീറ്ററോളമാണ് ഡിസ്റ്റൻസ് കാണുന്നത്. പിന്നെ ഇപ്പോൾ ദൂരം ഒന്ന് ഡ്രോൺ വ്യൂ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിന് ഡ്രോൺ ഇപ്പോൾ കയ്യിലില്ല. അതുകൊണ്ട് ഡ്രോൺ വ്യൂ കാണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കറക്റ്റ് ഡ്രോൺ മുകളിൽ നിന്നുള്ളൊരു ഏരിയൽ വ്യൂ കാണിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും ആ ഒരു ഡിസ്റ്റൻസ് കുറഞ്ഞു വന്നിട്ടുള്ളത്. എന്തായാലും ഒരു ദിവസം ഞാനത് കാണിക്കാം. അപ്പോൾ എന്തായാലും പല സ്ഥലത്തും ഓണാഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓണം നമുക്ക് എത്ര പ്രതിസന്ധിയിലും ഓണം ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ കാണും വിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെ കാരണന്മാർ പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എത്ര പ്രശ്നങ്ങളിലാണെങ്കിലും നമ്മൾ ഓണം ആഘോഷിക്കും. അപ്പോൾ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പല സ്ഥലത്തും പൂക്കള മത്സരങ്ങളും തിരുവാതിരക്കളിയും അതുപോലെ പല പല ആഘോഷങ്ങളും വടംവലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓണാഘോഷം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തായാലും ആഘോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ എന്തായാലും നമ്മൾ പാഴാക്കരുത്. അത് നമ്മളിപ്പോൾ എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും പ്രശ്നങ്ങളിലാണെങ്കിലും പരമാവധി ആഘോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത്. നമ്മളിനി എത്ര നാളുണ്ടെന്നോ ആരാണ് എപ്പോഴാണ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആഘോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ആഘോഷിക്കുക, അത്രേ പറയാനുള്ളൂ. ഉപദേശമൊന്നുമല്ല, ഉപദേശിക്കാൻ ഞാൻ ആളുമല്ല. എന്നാലും നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും നിർത്തട്ടെ, പോട്ടെട്ടാ. നല്ല മഴ വരുന്നുണ്ട്, നല്ല അടച്ചു മൂടി മഴ വരുന്നുണ്ട്. മഴക്കാരിങ്ങനെ മൂടി നിൽക്കുകയാണ്, കടല് മൊത്തത്തിൽ മൂടി നിൽക്കുക. ആകാശത്തേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറുത്ത് കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരി, പോട്ടെ. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഹാപ്പി ഓണം കേട്ടോ.